മുസ്ലിമായ ആളുകൾ, ഞങ്ങൾ മുസ്ലിങ്ങളാണ് എന്ന് പ്രഖ്യാപിക്കുന്നവർ അവർ കരുതുന്നുണ്ടോ, അവർ വിചാരിക്കുന്നുണ്ടോ അയ്യുത്രകു അയ്യഖൂലു ആമന്ന, ഞങ്ങൾ വിശ്വാസികളായി എന്നവർ പറഞ്ഞത് കൊണ്ട് മാത്രം, അങ്ങനെ ഒരു വിളംബരം അവർ നടത്തി എന്നുള്ളത് കൊണ്ട് മാത്രം അവരെ നാം വെറുതെ വിട്ടുകളയും, പിന്നെ അവർക്ക് ഒരു പ്രയാസവും ഉണ്ടാവില്ല, ഒരു പരീക്ഷണവും അവരുടെ മേൽ ഉണ്ടാവില്ല എന്ന് അവർ തെറ്റിദ്ധരിക്കുന്നുണ്ടോ എന്ന് ഖുർആൻ ചോദിക്കുകയാണ്. ഞാൻ മുസ്ലിമാണ്, ഞാൻ മുഅ്മിനാണ് എന്ന് വിളംബരം ചെയ്യുക, ഞാൻ വിശ്വാസിയാണ് എന്ന് പ്രഖ്യാപിക്കുക, ആ പ്രഖ്യാപനം കൊണ്ട് മാത്രം ഒരു പരീക്ഷണവും നേരിടാതെ ഈ വാചാടോപം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു കളയാം എന്ന് വിശ്വാസികൾ വിചാരിക്കുന്നുണ്ടോ എന്ന് ഖുർആൻ ചോദിച്ചു. യഥാർത്ഥത്തിൽ ആ ചോദ്യം ഭാഷാ നിയമപ്രകാരം പറയുന്നത് ഇസ്തിഫാം ഇൻകാരി എന്നാണ്. അങ്ങനെ കരുതേണ്ടതില്ല, അങ്ങനെ വിചാരിക്കേണ്ടതില്ല. തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ വിശദീകരിച്ചു, വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം, അവരെക്കാളും ഉന്നതരായ വിശ്വാസികൾ ലോകത്ത് കഴിഞ്ഞുപോയിട്ടുണ്ട്. അമ്പിയാക്കൾ, നബിമാർ കഴിഞ്ഞുപോയി, മഹത്തുക്കളായ മനുഷ്യർ കഴിഞ്ഞുപോയി. അവർ വിശ്വാസം പ്രഖ്യാപിച്ചവരാണ്. എന്നിട്ടും വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം, തീർച്ചയായും അവർക്ക് മുമ്പ് കഴിഞ്ഞുപോയ ജനവിഭാഗം വിശ്വാസികൾ നിരവധി പരീക്ഷണങ്ങൾക്ക് വിധേയരായവരാണ്, നിരവധി പരീക്ഷണങ്ങളിലൂടെ നടന്നുപോയവരാണ്. എന്നിട്ട് അല്ലാഹു എന്തിനാണ് ആ പരീക്ഷണം എന്ന് കൂടി പറയുന്നുണ്ട്, എന്താണ് പരീക്ഷണത്തിലൂടെ തെളിയിക്കേണ്ടത് എന്ന് കൂടി പറയുന്നുണ്ട്. ഫലയഅലമന്നല്ലാഹു അല്ലദീന സദഖൂ വലയഅലമന്നൽ കാദിബീൻ. അറബി ഭാഷ കുറച്ചെങ്കിലും പഠിച്ച മനുഷ്യർക്ക് ആ വാക്പ്രയോഗത്തിന്റെ അർത്ഥതലങ്ങൾ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ കഴിയും. എന്താ റബ്ബ് പറഞ്ഞത്? ഫലയഅലമന്നല്ലാഹു അല്ലദീന സദഖൂ, തീർച്ചയായും ഈ വിശ്വാസികളാണ് ഞങ്ങൾ എന്ന് പറയുന്നവരിൽ സത്യസന്ധരായി അത് പ്രഖ്യാപിക്കുന്നവരാര് എന്ന് നാം അറിയുക തന്നെ ചെയ്യും. ഇത് വെറുതെ ഒരു പൊള്ളുവാക്ക് പറയുകയാണോ, അല്ലെങ്കിൽ ആൾക്കൂട്ടത്തിനിടയിൽ കേവലം ഒരു പ്രഖ്യാപനം നടത്തി പോവുകയാണോ, അതോ സത്യസന്ധമായിട്ടാണോ ആ പ്രഖ്യാപനം നടത്തുന്നത് എന്ന് കൃത്യമായി അറിയുക തന്നെ ചെയ്യും. വലയഅലമന്നൽ കാദിബീൻ, പൊള്ളു പറയുന്നവരാര്, ഞാൻ മുഅ്മിനാണ് എന്ന് വെറുതെ അടിച്ചുവിടുന്നവരാര് എന്നത് നാം അറിയുക തന്നെ ചെയ്യും എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല സൂറത്തുൽ അൻകബൂത്തിന്റെ 1 മുതലുള്ള ആയത്തുകളിലൂടെ പ്രഖ്യാപിക്കുകയാണ്. അപ്പൊ റബ്ബിനെ കബളിപ്പിക്കാൻ ഒരാൾക്കും സാധിക്കില്ല. ഞാനൊരു മുഅ്മിനാണെന്ന് പ്രഖ്യാപിക്കുക, മുസ്ലിമാണ് എന്ന് പറയുക, വിശ്വാസിയാണെന്ന് പറയുക, എന്നിട്ട് റബ്ബിനൊന്നും കൊടുക്കാതെ, അള്ളാഹുവിനൊന്നും സമർപ്പിക്കാതെ അവനവന്റെ ഇഷ്ടത്തിന് അവനവന്റെ ഹവക്കനുസരിച്ച് ജീവിച്ച് പോവുക, അങ്ങനെ ഒരു മറയുടെ പിന്നിൽ ജീവിക്കുക. അല്ലാഹ് പറയണം, ആ മറ ഞാൻ പൊളിച്ചുകളയും, ആ മറ ഞാൻ പൊളിച്ചുകളയും. നിന്റെ കാപട്യത്തിന്റെ മറയുണ്ടെങ്കിൽ, ഈമാനിന്റെ വിഷയത്തിൽ ഖദിബിന്റെ നുണയുടെ മറയുണ്ടെങ്കിൽ, ആ മറ കെട്ടി ആ മറക്കുള്ളിൽ ഒളിച്ചിരിക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ സാധ്യമല്ലെന്ന് ഖുർആൻ പറയാം. റബ്ബ് ആ മറ പൊളിച്ചുകളയും. വലനബിലുവന്നകും ഹത്താ നഅലമൽ മുജാഹിദീന മിൻകും വസ്സാബിരീന വനബ്ലുവ അഖ്ബാറകും. സൂറത്ത് മുഹമ്മദിൽ 31-ാം ആയത്തിൽ അത് പറഞ്ഞതാണ്. വലനബിലുവന്നകും, നിങ്ങൾക്ക് നാം പരീക്ഷണങ്ങൾ ഏർപ്പെടുത്തുക തന്നെ ചെയ്യും. എന്തിനാണ് പരീക്ഷണം? ഹത്താ നഅലമൽ മുജാഹിദീന മിൻകും, നിങ്ങളിൽ യഥാർത്ഥ മുജാഹിദുകൾ ആര് എന്ന് നാം പരീക്ഷിക്കുന്നത് വരെ, അത് ബോധ്യപ്പെടുന്നത് വരെ, അത് കൃത്യമാകുന്നത് വരെ. നിങ്ങളിൽ യഥാർത്ഥ മുജാഹിദുകൾ ആരാണ്? അള്ളാഹുവിന്റെ മാർഗത്തിൽ പൂർണ്ണമായി സമർപ്പിക്കുന്നവരാരാണ്? വസ്വാബിരീൻ, അള്ളാഹുവിന് വേണ്ടി അങ്ങേറ്റം ക്ഷമിക്കുന്നവരാരാണ്? വനബ്ലുവ അഖ്ബാറകും, നിങ്ങളുടെ നിലപാടുകൾ എന്ത് എന്ന് കൃത്യമാകുന്നത് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ പരീക്ഷിച്ചു കൊണ്ടിരിക്കും എന്നാണ് ഖുർആൻ പ്രഖ്യാപിക്കുന്നത്. നിങ്ങളുടെ നിലപാടറിയണം, നിങ്ങൾ പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനം അത് സത്യസന്ധമാണോ എന്നറിയണം. അതിനാണ് അള്ളാഹു പരീക്ഷണം ഏർപ്പെടുത്തിയത്. കാരണം മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് പറഞ്ഞു, വന്നാസു മാ ദാമു ഫി ആഫിയത്തിൻ മുസ്തൗറൂൻ, ആളുകൾ പൊതുവിൽ ഒരു ആഫിയത്തിന്റെ കാലത്ത് കുഴപ്പമില്ല, ആവശ്യത്തിന് പണമുണ്ട്,
ആരോഗ്യമുണ്ട്, മക്കളുണ്ട്, വണ്ടിയുണ്ട്, അതുപോലെ വീടുണ്ട്, കെട്ടിടങ്ങളുണ്ട്, ബിസിനസ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും നല്ല നിലക്ക് നടന്നു പോകുന്നുണ്ട്. ആ ഒരു അവസ്ഥയിൽ ആളുകളൊക്കെ ഒരു മറയുടെ പിന്നിലായിരിക്കും, വൈറ്റ് കോളേഴ്സുകളായിരിക്കും ആളുകൾ. എല്ലാവരും നല്ല ഭാവമാണ്, മുത്തഖി ഭാവമാണ്, തഖ്വയുടെ ഭാവമാണ്, അതുപോലെ തന്നെ അതേ താൻ വിശ്വാസത്തിന്റെ ഏറ്റവും പ്രൗഢമായ നിലയിലാണെന്ന ഭാവത്തിലാണ്. അങ്ങനെ അവർ കഴിഞ്ഞു പോകും ആ മറയുടെ പിന്നിൽ. എന്നാൽ അവന്റെ വിശ്വാസം അവന്റെ ഉള്ളിലേക്ക് ഇറങ്ങിയ വിശ്വാസമാണോ? അവന്റെ നിലപാടുകൾ അവന്റെ ഉള്ളിൽ തട്ടുന്ന നിലപാടുകളാണോ? എപ്പോഴാണത് പുറത്തു വരിക? ഫഇദാ നസല ബിഹിം ബലാഉൻ, അവന്റെ ബിസിനസ് ഒന്ന് പൊട്ടി നോക്കട്ടെ, അതല്ലെങ്കിൽ അവന്റേതായ മറ്റു ജീവിത മേഖലകളിൽ ഒരു പരീക്ഷണം സംഭവിച്ചു പോകട്ടെ. സ്വാറു ഇലാ ഹഖായിഖിഹിം, ആ ഘട്ടത്തിൽ അവർ അവരുടെ യഥാർത്ഥമായ ഭാവം പുറത്തെടുക്കും, അവന്റെ യഥാർത്ഥ മുഖം അവൻ പുറത്തെടുക്കും. എന്നിട്ട് മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് അതൊന്നുകൂടി വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഫസ്വാറൽ മുഅ്മിനു ഇലാ ഈമാനിഹി, ഒരു മുഅ്മിനാണെങ്കിൽ പരീക്ഷണ ഘട്ടത്തിൽ അവൻ കൂടുതൽ ഈമാനിലേക്ക് മടങ്ങിച്ചെല്ലും. ഒരു മുഅ്മിനിനാണ് പരീക്ഷണം ഉണ്ടാകുന്നതെങ്കിൽ, ഉള്ളറിഞ്ഞ വിശ്വാസത്തിന്റെ ഉടമയാണെങ്കിൽ അവൻ വീണ്ടും ആ പരീക്ഷണങ്ങൾ ഉണ്ടാകുന്ന മുറക്ക് കൂടുതൽ ഈമാനിലേക്ക്, റബ്ബിലേക്ക് അവരിങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കും. എന്നാൽ കാപട്യം സ്വീകരിച്ച ആളാണോ? വൽ മുനാഫിഖു ഇലാ നിഫാഖിഹി, പരീക്ഷണങ്ങൾ വരുമ്പോൾ ഒരു മുനാഫിഖ് അവൻ കാപട്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും, കൂടുതൽ അവന്റെ കപടത പുറത്തു വന്നുകൊണ്ടിരിക്കും, അവന്റെ വിശ്വാസത്തിലെ കാപട്യം അവൻ പുറത്ത് പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കും. ഇതാണ് മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് അദ്ദേഹം വിശദീകരിച്ചു തരുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, നമ്മൾ അള്ളാഹുവിന് കൊടുക്കാൻ പ്രഖ്യാപിച്ചവരാണ്. ഞാൻ മുസ്ലിമാണ് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം അള്ളാഹുവിന് ഞാനിതാ എന്നെ സമർപ്പിച്ചിരിക്കുന്നു, എന്റെ സമ്പത്ത് സമർപ്പിച്ചിരിക്കുന്നു, എന്റെ സന്താനങ്ങളെ സമർപ്പിച്ചിരിക്കുന്നു, എനിക്കുള്ളതെല്ലാം എന്റെ റബ്ബിന് ഞാൻ സമർപ്പിച്ചിരിക്കുന്നു. ഞാൻ ഒരുങ്ങി നിൽക്കുകയാണ്. എന്നെ റബ്ബിന് കൊടുക്കണോ? എന്റെ ജീവൻ കൊടുക്കണോ? എന്റെ രക്തം കൊടുക്കണോ? എന്റെ സമ്പത്ത് കൊടുക്കണോ? എന്റെ മക്കളെ കൊടുക്കണോ? റബ്ബിന് കൊടുക്കാൻ ഒരുക്കമാണ്. അതുകൊണ്ട് തന്നെ ഒരു മുഅ്മിൻ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്താണ് റബ്ബ് ചോദിക്കുന്നത്? എന്താണ് റബ്ബ് ആവശ്യപ്പെടുന്നത്? അത് റബ്ബിന് കൊടുക്കുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്, ആനന്ദമുണ്ട്. അവർക്കുള്ളത് റബ്ബിന് സമർപ്പിക്കുമ്പോൾ അവരുടെ ഉള്ളകത്ത് നിറയുന്ന ഒരു സന്തോഷമുണ്ട്. ആ സന്തോഷത്തിൽ കവിതകൾ പോലും പുറത്തു വരുമെന്നാണ് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം വിശദീകരിക്കുന്നിടത്ത് മഹാനായ ജുൻദുബ് ഇബ്നു സുഫിയാൻ റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാൻ കഴിയും. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാന ഫീ ബഅദിൽ മശാഹിദ്, ചില ഘട്ടങ്ങളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചില പരിക്കുകൾ ഏൽക്കാറുണ്ട്. മാത്രമല്ല വഖദ് ദമിയത് ഇസ്ബഉഹു, ചിലപ്പോൾ പ്രവാചകന്റെ കൈവിരൽ പോലും മുറിഞ്ഞുപോയ ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രവാചകന്റെ കൈവിരൽ മുറിഞ്ഞുപോയ ഘട്ടത്തിൽ ചോരയൊലിക്കുന്ന വിരൽ, പ്രവാചകൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ പരിക്കേറ്റിട്ട് വിരൽ മുറിഞ്ഞിട്ട് ആ ചോര ഉതിർന്നു വീഴുന്ന, ഇറ്റു വീഴുന്ന വിരലിങ്ങനെ ഉയർത്തിപ്പിടിക്കുകയാണ്. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ വിരലിനെ നോക്കിയിട്ട് പാടുകയാണ്. എന്താ പാടിയത്? ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, സ്വന്തം വിരലിനെ നോക്കി പ്രവാചകൻ പാടുന്നത്, ഹൽ അന്തി ഇല്ലാ ഇസ്ബഉൻ ദമീതി വഫീ സബീലില്ലാഹി മാ ലഖീതി. ചോരയുറ്റുന്ന വിരൽ ഉയർത്തിപ്പിടിച്ച അല്ലാഹുവിന്റെ റസൂൽ തന്റെ വിരലിനോട് സംസാരിക്കുന്നു, ഹൽ അന്തി ഇല്ലാ ഇസ്ബഉൻ ദമീതി, ചോരയുറ്റുന്ന വിരലാണു നീ, ചോര ഉറ്റിക്കൊണ്ടിരിക്കുന്ന വിരലാണു നീ. വഫീ സബീലില്ലാഹി മാ ലഖീതി, ഈ മുറിവിന്റെ പേരിൽ, ഈ വേദനയുടെ പേരിൽ നീ സങ്കടപ്പെടണ്ട, നീ വിഷമിക്കണ്ട. അള്ളാഹുവിന്റെ മാർഗത്തിലാണിത്, റബ്ബിന്റെ മാർഗത്തിലാണിത്, അള്ളാഹുവിന്റെ പേരിലാണിത്. വഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിലാണ്. അതുകൊണ്ട് ഇതിന്റെ പേരിൽ ഒരു ദുഃഖവും വേണ്ട, ഇതിന്റെ പേരിൽ ഒരു വിഷമവും വേണ്ട. നീ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചോരയുറ്റുന്ന വിരലാണ് എന്ന് സ്വന്തം വിരൽ നോക്കി ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പാടുന്നത് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ മഹാനായ ജുൻദുബ് ഇബ്നു സുഫിയാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊരു മനസ്സാണ്, ഇതൊരു സമർപ്പണമാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങിത്തിരിക്കുന്നവന്റെ മനസ്സാണ്, അള്ളാഹുവിന്റെ പേരിൽ അനുഭവിക്കുന്നവന്റെ ആസ്വാദനമാണ്, അള്ളാഹുവിന്റെ പേരിൽ സമർപ്പിക്കുന്നവന്റെ മനസ്സുഖമാണത്. മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതൊരാളുടെ മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളർത്തിയെടുത്ത സമൂഹം അങ്ങനെയാണ്, പ്രവാചകൻ വളർത്തിയെടുത്ത സമൂഹം അങ്ങനെയാണ്.
അവരെ പ്രവാചകൻ പഠിപ്പിച്ച ശീലം അതാണ്. മഹാനായ ഖബ്ബാബ് ബിൻ അറസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ സംബന്ധിച്ച് പറഞ്ഞല്ലോ, അദ്ദേഹം ഒരിക്കൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു ഇരിക്കുന്ന സദസ്സിലേക്ക് അദ്ദേഹം കടന്നു വരികയാണ്. ദഖല ദാത യൗം അലാ ഉമർ ബിൻ ഖത്താബ് ഫീ ഖിലാഫതിഹി. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലത്ത് ഉമർ റളിയല്ലാഹു അൻഹുവും അനുയായികളും ഒക്കെ ഒരു സദസ്സിലിരിക്കുമ്പോൾ അങ്ങോട്ട് കടന്നു വരികയാണ് ഖബ്ബാബ് ബിൻ അറസ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഖബ്ബാബിനെ കണ്ടപ്പോ അദ്ദേഹത്തെ ആനയിച്ചു, സ്വീകരിച്ചു, എന്നിട്ട് അടുത്തേക്ക് വിളിച്ചു, എന്നിട്ട് വബാലഗ ഫീ തഖരീബിഹി, തന്റെ അടുത്തു തന്നെ ഇരുത്തി. ഉമർ റളിയല്ലാഹു അൻഹു തന്റെ അടുത്തുള്ള പീഠത്തിൽ, ഖലീഫയുടെ തൊട്ടടുത്തുള്ള പീഠത്തിൽ മഹാനായ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ഇരുത്തിയിട്ട് സദസ്സിനോട് പറഞ്ഞു, അതേ, ഈ മനുഷ്യനെക്കാളും ഇവിടെ ഇരിക്കാൻ യോഗ്യനായി വേറെ ആരുമില്ല, ബിലാലല്ലാതെ. ഈ സദസ്സിൽ ബിലാൽ ഉണ്ടായിരുന്നെങ്കിൽ ബിലാലാണ് ഇവിടെ ഇരിക്കാൻ അർഹൻ. പക്ഷെ ബിലാൽ ഇവിടെ ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ സദസ്സിൽ, ഈ സ്ഥലത്തിരിക്കാൻ ഏറ്റവും അർഹൻ ഇദ്ദേഹമാണ്. എന്നിട്ട് മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖബ്ബാബിനോട് പറഞ്ഞു, സുമ്മ സഅലഹു അൻ അശദ്ദി മാ ലഖിയ മിൻ അദൽ മുശ്രിക്കീൻ. മുശ്രിക്കുകളായ ആളുകൾ, ഖബ്ബാബേ, നിന്നെ ഒരുപാട് പ്രയാസപ്പെടുത്തിയിട്ടില്ലേ? നീ മുഅ്മിനായപ്പോൾ, നീ പ്രവാചകന്റെ കൈപിടിച്ചപ്പോൾ, നീ പ്രവാചകന്റെ അനുയായിയായപ്പോൾ മുശ്രിക്കുകളായ ആളുകൾ ഒരുപാട് വിഷമിപ്പിച്ചില്ലേ നിന്നെ? ഇതാ എന്റെ മുന്നിലിരിക്കുന്നവർ പഴയകാല ചരിത്രമറിയാത്തവരാണ്, ഇസ്ലാമിലേക്ക് കടന്നു വന്ന മനുഷ്യരുടെ നൊമ്പരങ്ങൾ അറിയാത്തവരാണ്, ഇതിനു വേണ്ടി മുൻഗാമികൾ സഹിച്ച പ്രയാസം അനുഭവിക്കാത്ത, പുതുതായി ഇസ്ലാമിന്റെ സമ്പന്ന കാലത്ത്, നമ്മളൊക്കെ ഖലീഫയായ കാലത്ത് ഇസ്ലാമിലേക്ക് വന്ന ആളുകളാണ് ഈ സദസ്സിൽ ഉള്ളത്. അതുകൊണ്ട് ഓ ഖബ്ബാബ്, താങ്കൾ പറഞ്ഞു കൊടുക്കുന്നവർക്ക് താങ്കൾ അനുഭവിച്ച കഥകൾ, ഇന്നലകൾ, വേദനകൾ, നൊമ്പരങ്ങൾ, പ്രവാചകന്റെ കൂടെ കൂടിയപ്പോൾ അനുഭവിക്കേണ്ടി വന്ന പ്രയാസങ്ങൾ ഈ സദസ്സിനൊന്ന് പറഞ്ഞു കൊടുക്കുമോ എന്ന് ചോദിക്കുമ്പോ മഹാനായ ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിന് നാണം വന്നു. അദ്ദേഹത്തിന് ആകെ വിഷമമായി. ഞാൻ എങ്ങനെ എന്റെ കഥ തന്നെ പറയും? എന്റെ പഴംപുരാണങ്ങൾ ഞാൻ തന്നെ പൊക്കിയായി എങ്ങനെ പറയും എന്ന ഒരു നാണം, ലജ്ജ മഹാനായ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു അനുഭവിക്കുകയാണ്. ആ സന്ദർഭത്തിൽ ഫലമ്മ അലഹ അലൈഹി, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു നിർബന്ധിക്കുകയാണ്, പറയൂ, കാരണം അത് സമൂഹത്തിനൊരു പാഠമാണ്, വരുന്ന തലമുറക്കൊരു ആവേശമാണ്, അതുകൊണ്ട് പറഞ്ഞു കൊടുക്കൂ എന്ന് പറയുമ്പോ മഹാനായ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ആ സദസ്സിന്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് തിരിഞ്ഞു നിന്നു, തന്റെ മുതുക് കാണിച്ചു കൊടുത്തു. ആ മുതുക് അദ്ദേഹം തന്റെ മുതുക്, തന്റെ കുപ്പായം പൊക്കി ഇങ്ങനെ കാണിച്ചു കൊടുത്തപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു വിറച്ചുപോയി. അദ്ദേഹത്തിന്റെ മുതുക് കണ്ടപ്പോൾ, അദ്ദേഹത്തിന്റെ മുതുകിലെ കുഴികൾ കണ്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു തന്നെ വിറച്ചുപോയി എന്നാണ്. അദ്ദേഹം ചോദിച്ചു, കൈഫ സാറ ദാലിക്? ഖബ്ബാബേ, നിന്റെ മുതുക് എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത്? താങ്കളുടെ മുതുക് എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത്? ആ സന്ദർഭത്തിൽ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഔഖദൽ മുശ്രികൂന ലി ഹതബ, ഔഖദൽ മുശ്രികൂന ലി ഹതബ ഹത്താ അസ്ബഹ ജംറ. മുശ്രിക്കുകളായ ആളുകൾ മക്കത്ത് വെച്ചിട്ട് അവര് വിറക് കത്തിച്ചു, എന്നിട്ട് അതിന് ചുവപ്പ് നിറമായി എന്ന് പറഞ്ഞാൽ തീക്കനലുകൾ, ചുവന്നു നിൽക്കുന്ന തീക്കനലുകളായി. എന്നിട്ട് എന്നെ പിടിച്ചു കൊണ്ടുപോയിട്ട് എന്റെ കുപ്പായം അഴിച്ചെടുത്തിട്ട് അവർ അത് ആ തീക്കനലിന്റെ മുകളിൽ കൊണ്ടുപോയി എന്നെ കിടത്തി വലിക്കാൻ തുടങ്ങി. ആ തീക്കനലിന്റെ മുതുകിൽ പുറത്തു കൊണ്ടുപോയി കിടത്തിയിട്ട് എന്റെ മുതുകതിൽ അമർത്തിയിട്ട് വലിക്കാൻ തുടങ്ങി. എന്റെ മുതുകത്ത് നിന്ന് മാംസം വെന്തിട്ട് ഉതിർന്നു വീഴാൻ തുടങ്ങി. ജീവനുള്ള എന്നെ ആ തീക്കനൽ കിടത്തിയിട്ട് ആ തീക്കനൽ കിടക്കുമ്പോൾ എന്റെ മുതുകത്തെ എല്ലിൽ നിന്ന് മാംസം വേർപെട്ട് ഇങ്ങനെ വീഴാൻ തുടങ്ങി. എന്റെ ശരീരത്തിൽ അന്ന് ഉരുകി ഉതിർന്ന് വീണ ഇറ്റ് വീണ എന്റെ ശരീരത്തിലെ രക്തങ്ങളാണ്, എന്റെ ശരീരത്തിലെ ആ നീരാണ് ആ തീയെ കെടുത്തിക്കളഞ്ഞത്. അങ്ങനെയാണ് ആ തീ അണഞ്ഞുപോയത്. അഥവാ എന്റെ ശരീരം കുടുന്നതിൽ നിന്ന് പുറത്തേക്ക് ഒഴുകിയ ആ നീരാണ് ആ വിറകുകളെ, ആ ചുവന്നു കിടക്കുന്ന കനലുകളെ കെടുത്തിക്കളഞ്ഞത്. അന്ന് കുടുന്നുപോയതാണ്, അന്ന് അടർന്നുപോയ മാംസമാണ് കുഴികളായി എന്റെ മുതുകത്ത് രൂപപ്പെട്ടത് എന്ന് മഹാനായ ഖബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹു ആ സദസ്സിനോട് പറയുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകൾ വിറച്ചുപോയി എന്നാണ് ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറഞ്ഞു തരുന്നത്. മനസ്സിലാക്കണം, ഒരു മനുഷ്യൻ അയാൾ ആമന്ന, ഞാൻ മുഅ്മിനായി എന്ന് പ്രഖ്യാപിച്ചു. റബ്ബനാ, അതേ ഞങ്ങളുടെ രക്ഷിതാവേ, ഇതാ ഒരാൾ വന്നിട്ട് സമിഅനാ മുനാദിയ യുനാദി ലിൽ ഈമാനി അൻ ആമിനൂ ബിറബ്ബികും
ഫആമന്ന, ഒരാൾ വന്നിട്ട് ഞങ്ങൾ വിളിക്കുകയാണ് നിങ്ങളുടെ റബ്ബിൽ വിശ്വസിക്കൂ എന്ന് വിളിച്ചു പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിളിച്ചു പറഞ്ഞു, വിശ്വാസികളാകാൻ വിളിച്ചു പറഞ്ഞപ്പോ ഫആമന്ന, അത് കേട്ടത് സത്യമാണെന്ന് ഉറപ്പിച്ച് ഞങ്ങൾ വിശ്വസിച്ചവരാണ്. ആ വിശ്വസിച്ചതിന്റെ പേരിൽ ഈ പീഡനങ്ങൾ, പ്രയാസങ്ങൾ, ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വന്നപ്പോ അവർ പലപ്പോഴും റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ് അലാ തൻതസിറു ലനാ അലാ തസ്തൻസിറു ലനാ, നബിയേ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സഹായം തേടുന്നില്ല നബിയേ, അലാ തദ്ഉ ലനാ അലാ തദ്ഉല്ലാഹ ലനാ, ഞങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നില്ലേ റസൂലേ. അവർ വേദനയോടെ വന്ന് പ്രവാചകനോട് പറഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമയത്തും സഹാബത്തിനോട് പറഞ്ഞു കൊടുത്തത്, കാന റജുലു ഫീമൻ ഖബലകും യുഹ്ഫറു ലഹു ഫിൽ അർളി ഫയുജഅലു ഫീഹി ഫയുജാഉ ബിൽ മിൻശാരി ഫയുഗ്ലഉ അലാ റഅസിഹി ഫയുശഖു ബിസ്നതൈനി വമാ യസുദ്ദുഹു ദാലിക അൻ ദീനിഹി. നിങ്ങളുടെ മുന്നേ കഴിഞ്ഞുപോയ ആളുകൾ വിശ്വാസികളായതിന്റെ പേരിൽ അവരെ കൊണ്ടുവന്നിട്ട് മലർത്തി കിടത്തിയിട്ട് ഈർച്ചവാള് കൊണ്ടുവന്നിട്ട് അവർ രണ്ടായിട്ട് മുറിച്ചു കളഞ്ഞിട്ടുണ്ട്, രണ്ട് കഷ്ടമായി അവര് ചിന്തിയെറിഞ്ഞിട്ടുണ്ട്. പക്ഷേ സ്വന്തം തലയോട്ടി രണ്ടായി പിളരുമ്പോഴും അവരിലൊരാൾ പോലും കുഫ്രിന്റെ വാക്ക് പറഞ്ഞില്ല, അവരിലൊരാൾ പോലും അല്ലാഹുവിന്റെ ദീൻ വിട്ടിട്ട് ഒഴിവായില്ല. ഞങ്ങൾ വെറുതെ പറഞ്ഞതാണെന്ന് അവർ പറഞ്ഞില്ല. നേരെ മറിച്ച് തല രണ്ടായി പിളർത്തി ഉടൽ രണ്ട് കഷ്ടമാക്കി മാറ്റുമ്പോഴും അവർ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഉറച്ചു നിന്നിട്ട് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്റെ ശരീരമാണോ എന്റെ ഈമാനിന് പകരം വേണ്ടത്, എടുത്തുകൊണ്ടു പോവുക എന്ന് പറഞ്ഞവർ നിലകൊണ്ടു. വയുംശതു ബി അംശാത്തിൽ ഹദീദി മാ ദൂന ലഹ്മിഹി മിൻ അൽമിൻ ഔ അസബിൻ വമാ യസുദ്ദുഹു ദാലിക അൻ ദീനിഹി. അതേ ഇരുമ്പിന്റെ ഈർച്ചവാൾ കൊണ്ടുവന്നിട്ട് ജീവനുള്ള മനുഷ്യനെ ബന്ധനസ്ഥനാക്കിയിട്ട് അവരുടെ ശരീരത്തിലേക്ക് ആ ഇരുമ്പിന്റെ ഈർച്ചവാൾ, ആ ഇരുമ്പിന്റെ ചീർപ്പ് കൊണ്ടുവന്നിട്ട് മാംസം പറിച്ച് ഊരിക്കളഞ്ഞിട്ടുണ്ട് തന്റെ എല്ലിൽ നിന്ന്. പക്ഷേ തന്റെ എല്ല് വിട്ട് മാംസം ഇങ്ങനെ പറഞ്ഞു പോരുമ്പോഴും അവരുടെ ദീൻ വിട്ടവർ പുറത്തു പോയില്ല, അവരുടെ ദീൻ വിട്ടവർ പുറത്തു പോയിട്ടില്ല. ഹബ്ബാബ് റളിയല്ലാഹു അൻഹുവിനോട് റസൂൽ പറഞ്ഞു കൊടുക്കുകയാണ്, ഈ വേദനകളും നൊമ്പരങ്ങളും അനുഭവിച്ച ഹബ്ബാബിനെ റസൂൽ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മക്കളെ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല, വല്ലാഹു ലയുതിമ്മന്ന ഹാദൽ അംറ ഹത്താ യസീറ الراكب من صنعاء الى حضرموت لا يخاف الا الله. കാലം മാറി വരും, കാലം മറിഞ്ഞു വരും, ഈ വേദനയുടെ നൊമ്പരങ്ങളുടെ കാലമൊക്കെ പോയി അല്ലാഹുവിന്റെ ദീൻ പൂർത്തിയായി. മാത്രമല്ല സൻആ മുതൽ ഹദർമൗത്ത് വരെ ഒരാൾക്ക് ഒരുത്തനെയും ഭയപ്പെടാതെ അല്ലാഹുവിനെ മാത്രം ഭയപ്പെട്ടുകൊണ്ട് ലാ യഖാഫു ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ മാത്രം ഭയപ്പെട്ടുകൊണ്ട് സ്വസ്ഥമായി സഞ്ചരിച്ചു പോകാൻ കഴിയുന്ന ഒരു കാലം വരും. വലാകിന്നകും തസ്തഅജിലൂൻ, നിങ്ങൾ ധൃതി കാണിക്കുകയാണോ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് ചോദിച്ചവരെ സമാധാനിപ്പിക്കുകയാണ്. അപ്പോൾ മുഅ്മിനുകൾ എന്ന് പറഞ്ഞാൽ, വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാം എന്ത്, ഞാൻ കേവലം ഒരു പ്രഖ്യാപനം നടത്തിയത് കൊണ്ട് മാത്രം അല്ലാഹുവിന്റെ അടുക്കൽ വിജയിക്കില്ല എന്ന്. അത് റബ്ബ് ചോദിച്ചുറപ്പിക്കുകയാണ്. അഹസിബന്നാസ്, അല്ല നിങ്ങൾ കരുതിയോ, നിങ്ങൾ വിചാരിച്ചുവോ, അയ്യുത്രഖു അയ്യഖൂലു ആമന്നാ, ഞങ്ങൾ മുഅ്മിനാണെന്ന് വെറുതെ വാചാടോപം നടത്തിയത് കൊണ്ട്, ഒരു പ്രഖ്യാപനം നടത്തിയത് കൊണ്ട്, അങ്ങനെ ഒരു വിളംബരം നടത്തിയത് കൊണ്ട് എല്ലാം തികഞ്ഞെന്ന് നിങ്ങൾ കരുതുന്നുവോ? വഹും ലാ യുഫ്തനൂൻ, വേറൊരു പ്രശ്നവും നിങ്ങൾക്കുണ്ടാവില്ല, ഇനി ഒന്നും തെളിയിക്കാനില്ല എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചുവോ? വലഖദ് ഫതന്നല്ലദീന മിൻ ഖബലികും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ ആളുകൾ, വലഖദ് ഫതന്നല്ലദീന മിൻ ഖബലിഹിം, അവർക്ക് മുമ്പ് കഴിഞ്ഞുപോയ ജനവിഭാഗങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പിടിച്ചു നിർത്തിയിട്ട് അവരുടെ ഈമാൻ വിചാരണ ചെയ്തിട്ടുണ്ട്. ജീവിച്ചിരിക്കുന്ന ഘട്ടത്തിൽ ആ വിചാരണകളിൽ വിജയിച്ചവനെ മുഅ്മിനാകൂ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മഹാനായ ഹബ്ബാബ്, ഞാൻ പറഞ്ഞില്ലേ, തീയിൽ കിടന്ന് മുതുകു കുടുന്നു പോയിട്ട് മാംസം അടർന്നു വീണ് മുതുകു കുഴിയായി അതിന്റെ അടയാളവുമായി മരിക്കുന്നത് വരെ ജീവിച്ച മഹാനായ ഹബ്ബാബ് റളിയല്ലാഹു അൻഹു മരിക്കാൻ കിടക്കുന്ന നേരത്ത് അദ്ദേഹത്തിന്റെ മരണവേളയിൽ കുറച്ചാളുകൾ അദ്ദേഹത്തെ സന്ദർശിക്കാൻ വേണ്ടി ചെല്ലുകയാണ്. അദ്ദേഹം മരണത്തോട് മല്ലടിച്ചു കിടക്കുകയാണ് മഹാനായ ഹബ്ബാബ് റളിയല്ലാഹു അൻഹു. ആ സന്ദർഭത്തിൽ കുറച്ച് സ്വഹാബത്ത്, കുറച്ചാളുകൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ചെല്ലുകയാണ്. ആ സന്ദർഭത്തിൽ മഹാനായ ഹബ്ബാബ് റളിയല്ലാഹു അൻഹു തന്നെ സന്ദർശിക്കാൻ വന്ന ആളുകളുടെ മുന്നിൽ എഴുന്നേറ്റിരുന്നു ആ മഹാനായ മനുഷ്യൻ. എന്നിട്ട് പറയാണ്, ഇന്ന ഫീ ഹാദൽ മകാൻ
80,000 ദിർഹം. ഞാൻ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ സമ്പത്ത് നോക്കുമ്പോൾ 80,000 ദീനാർ എന്ന് എനിക്ക് ബാക്കിയുണ്ട്. എൻ്റെ സമ്പത്തിൽ എൻ്റെ അനന്തരാവകാശികൾക്ക് കൊടുക്കാൻ 80,000 ദീനാർ ബാക്കി നിൽക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വല്ലാഹി മാ ശദത്തു അലൈഹാ റിബാതൻ ഖത്ത്. നാളിതുവരെ ദീനിന്റെ ഒരു ആവശ്യവും പറഞ്ഞ ഒരാൾ എന്നോട് വന്നിട്ട് ഞാൻ കൊടുക്കാതിരുന്നിട്ടില്ല. ഒരു സംഘം ഇവിടുന്ന് യുദ്ധത്തിനോ മറ്റു ആവശ്യങ്ങൾക്കോ പുറപ്പെടുന്നുവെങ്കിൽ ഹബ്ബാബിന്റെ ഓഹരി അതിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ പിശുക്ക് വെച്ച് സമ്പാദിച്ചതല്ല ഇത്. 80,000 ദിർഹം ഞാൻ ഇതുവരെ ദീനിന്റെ ഒരു ആവശ്യത്തിന് കൊടുക്കാതെ മാറ്റിവെച്ച് പിശുക്ക് സമ്പാദിച്ചതല്ല. എന്റെ മുന്നിൽ ദീനിന്റെ ഏത് ആവശ്യം വന്നാലും അർഹമായ രൂപത്തിൽ കൊടുത്തതാണ് ഞാൻ. വമാ മനഅതു മിൻഹാ സായിലൻ ഖത്ത്. ഇന്നുവരെ ഒരു യാചകൻ എന്റെ മുന്നിൽ വന്നിട്ട് എനിക്കെന്തെങ്കിലും തരണേ എന്ന് പറഞ്ഞാൽ ഹബ്ബാബ് കൊടുക്കാതിരുന്നിട്ടില്ല. ഹബ്ബാബ് എടുത്തു കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കൊടുത്തിട്ടും ബാക്കി വന്നതാണ് 80,000 ദിർഹം. അതെ, 1000 ദിർഹം, 80,000 ദിർഹം ഇതാ ബാക്കി വന്നിരിക്കുന്നു. എന്നിട്ട് ആ മനുഷ്യൻ മരണക്കിടക്കയിൽ നിന്ന് കരയുകയാണ്. വന്നവർക്ക് മനസ്സിലായില്ല, ഈ മഹാനായ മനുഷ്യൻ, ദീനിന് വേണ്ടി ഇത്രയും സഹിച്ച മനുഷ്യൻ, തന്റെ സമ്പത്തും ശരീരവും അല്ലാഹുവിന് കൊടുത്ത മനുഷ്യൻ, അത് പറഞ്ഞിട്ട് മരിക്കാൻ നേരത്തെ കരയുകയാണോ? അവർ ചോദിച്ചു, മാ യുബ്കീക്, എന്താണ് ഹബ്ബാബ് അങ്ങ് കരയുന്നത്? അങ്ങ് സന്തോഷിക്കല്ലേ വേണ്ടത്? ഇതൊക്കെ സമർപ്പിച്ച ആളല്ലേ, നിങ്ങൾ സന്തോഷിക്കൂ. മാ യുബ്കീക്, എന്തേ നിങ്ങൾ കരയുന്നത് എന്ന് ചോദിക്കുമ്പോ അവിടുന്ന് മഹാനവറുകൾ പറഞ്ഞ മറുപടി, അബ്കീ ലിഅന്ന അസ്ഹാബി മളൗ വലം യനാലു മിൻ ഉജൂരിഹിം ഫീ ഹാദിഹി ദുനിയാ ശൈആ. ഞാൻ കരയാൻ കാരണം എന്റെ കൂടെ ജീവിച്ച എന്റെ കൂട്ടുകാരുണ്ട്, എന്റെ കൂടെ ജീവിച്ചവരുണ്ട്. മിസ്അബിനെ പോലുള്ള ആളുകൾ, എന്റെ കൂടെ കഴിഞ്ഞവർ, നബിയോടൊപ്പം ഉണ്ടായിരുന്നവർ, മക്കയിൽ നിന്ന് അടിവാങ്ങിയവർ, തല്ലുകൊണ്ടവർ, തീയിൽ കിടന്നവർ, എന്റെ കൂടെ ജീവിച്ച ആളുകൾ, വലം യനാലു മിൻ ഉജൂരിഹിം ഫീ ഹാദിഹി ദുനിയാ ശൈആ. ദുനിയാവിൽ നിന്ന് അവർ മടങ്ങിപ്പോകുമ്പോ, പ്രത്യേകിച്ച് മിസ്അബിനെ പോലുള്ളവർ മടങ്ങിപ്പോകുമ്പോ ഒരു കഫം പുടവ പോലും അവർക്ക് ബാക്കി ഉണ്ടായില്ല. അവരെ പുതപ്പിക്കാൻ ഒരു കഫം പുടവ പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് മിസ്അബ് ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയത്. മരിക്കാൻ നേരത്ത് അവരുടെ ബാലൻസ് നോക്കുമ്പോൾ ഒന്നുമില്ല, പുതക്കാൻ ഒരു തുണി പോലുമില്ല. തലമറക്കുമ്പോൾ കാലുവെളിവാകുന്ന, കാലുമറക്കുമ്പോൾ തലവെളിവാകുന്ന ഒരു കണ്ടം തുണി മാത്രമാണ് മിസ്അബ് ബാക്കിയാക്കിയത്. ദുനിയാവിൽ നിന്ന് 5 നയാ പൈസ അവർക്ക് ബാക്കി ഉണ്ടായില്ല അവരുടെ മരണസമയത്ത് പറയാൻ. പക്ഷേ ഞാൻ നോക്കുമ്പോൾ ഞാൻ എന്റെ ബാലൻസ് നോക്കുമ്പോ 80,000 ദിർഹം ഇപ്പോഴും എന്റെ അക്കൗണ്ടിൽ ബാക്കിയുണ്ട്. അല്ലാഹു ദുനിയാവിൽ ഞാൻ അനുഭവിച്ച ആ അനുഭവങ്ങൾ, പ്രതിസന്ധികൾ, അയ്യകൂന സവാബൻ തിൽക്കൽ അഅമാൽ, എന്റെ ദുരന്തങ്ങൾക്ക്, ഞാൻ അനുഭവിച്ച വേദനകൾക്ക്, നൊമ്പരങ്ങൾക്ക് അല്ലാഹു ദുനിയാവിൽ പ്രതിഫലം തന്നതാണോ ഇത് എന്ന പേടി എന്റെ കൽബിലുണ്ട്. ഇപ്പോഴും എന്റെ അക്കൗണ്ടിൽ 80,000 ദിർഹം ബാക്കിയുണ്ട്. ഇത് അല്ലാഹു ദുനിയാവിൽ എനിക്ക് തന്ന പ്രതിഫലമാണോ? ഈ ഹബ്ബാബ് ആഖിറത്തിലെത്തുമ്പോ, റബ്ബിന്റെ മുന്നിലെത്തുമ്പോ ഉടുതുണി പോലും ഇല്ലാതെ വന്ന സ്വഹാബികൾ, എന്റെ കൂട്ടുകാര് പരലോകത്ത് നിൽക്കുമ്പോ 80,000 ദിർഹമിന്റെ കണക്കും പറഞ്ഞിട്ടാണ് ഞാൻ അല്ലാഹുവിന്റെ മുന്നിലെത്താൻ പോകുന്നത് എന്ന ഭയം എന്റെ ഉള്ളിൽ മതിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെന്ന് മഹാനായ ആ സ്വഹാബി പറയുകയാണ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഈമാനുള്ളവരാണ്, വിശ്വാസികളാണ്. ഈ വിശ്വാസത്തിന്റെ പ്രഖ്യാപനങ്ങൾ നടത്തുന്നവരാണ്, നമ്മൾ എഴുതി കൊടുക്കുന്നവരാണ്. സർട്ടിഫിക്കറ്റുകളിൽ, അതല്ലെങ്കിൽ ആപ്ലിക്കേഷനുകളിൽ നിന്റെ റിലീജിയൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ മുസ്ലിമാണെന്ന് എഴുതി കൊടുക്കുന്നവരാണ്, പ്രഖ്യാപനങ്ങൾ നടത്തുന്നവരാണ്. അതല്ലെങ്കിൽ പല നിലക്കും ഞാൻ OBC-യിൽപ്പെട്ട ആളാണ്, ന്യൂനപക്ഷ വകുപ്പിൽപ്പെട്ടയാളാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് പലതിലും നമ്മൾ മുസ്ലിം എന്നിങ്ങനെ എഴുതി കൊടുക്കുന്നു എന്നല്ലാതെ ഈമാനികമായി നമ്മുടെ ഖൽബ് കൊണ്ട് എത്രമാത്രം നമ്മൾ പരിവർത്തിപ്പിക്കപ്പെട്ടിട്ടുണ്ട് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. പലപ്പോഴും നമ്മൾ വഴിമാറി നടക്കുന്നവരാണ്. ഒരു നന്മയുണ്ട്, ഒരു ഹൈറുണ്ട്, റബ്ബിന്റെ മാർഗമുണ്ട് എന്ന് പറയുമ്പോൾ മാക്സിമം അങ്ങോട്ട് അടുക്കേണ്ടതില്ല എന്ന് വിചാരിച്ച് മാറിപ്പോകാൻ മനസ്സുള്ള ആളുകളാ പലപ്പോഴും നമ്മൾ പറയുന്നു മുസ്ലിമാണ്, മുഅ്മിനാണ്. പക്ഷെ ഒരു ഹൈറിലേക്ക് വിളിച്ചാലും, ഒരു നന്മയിലേക്ക് വിളിച്ചാലും അവിടുന്ന് എങ്ങനെ എസ്കേപ്പ് ആകാം എന്നാണ് നമ്മൾ ആലോചിക്കുന്നത്, അവിടുന്ന് എങ്ങനെ രക്ഷപ്പെട്ടു കളയാം എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അത് സഹിക്കാൻ, ആ വേദന സഹിക്കാൻ, ആ
പ്രയാസമേക്കാൻ, ആ ഭാരം ചുമക്കാൻ, ആ വിഷമം സഹിക്കാൻ പലപ്പോഴും നമ്മൾ തയ്യാറാകുന്നില്ല. അതൊരു പ്രയാസമായി നമ്മൾ കാണുകയാണ്. എന്നാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ, റബ്ബിന്റെ മാർഗത്തിൽ ഇറങ്ങിത്തിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് മനസ്സിലാക്കണം. അള്ളാഹു തരുന്ന അവസരമായി, റബ്ബ് തരുന്ന അവസരമായി, റബ്ബിന് കൊടുക്കാനുള്ള അവസരമായി, ജീവിതം അള്ളാഹുവിനെ സമർപ്പിക്കാനുള്ള അവസരമായി മനസ്സിലാക്കുകയും അത് പൂർണ്ണമായും ഇഖ്ലാസോടെ, ഒരൽപ്പം പോലും കാപട്യമില്ലാതെ, നിഫാഖിന്റെ അംശമില്ലാതെ, ഇത് റബ്ബിന്റെതാണ്, ഇന്നാ ലില്ലാഹ് വ ഇന്നാ ഇലൈഹി റാജിഊൻ, വെറുതെയുള്ള വാക്കല്ലത്, ഇന്നാ ലില്ലാഹ് ജംആണത്, ഇന്നാ ലില്ലാഹ്, നാം അല്ലാഹുവിന്റെതാണ്, റബ്ബിന്റെതാണ്, അല്ലാഹുവിന്റെ പടപ്പാണ്, അല്ലാഹുവിന്റെ മുതലാണ്, ഇന്നാ ലില്ലാഹ്, നാം അല്ലാഹുവിനുള്ളതാണ്, വ ഇലൈഹി റാജിഊൻ, എന്റെ സമ്പത്ത് റബ്ബിലേക്ക് മടങ്ങട്ടെ, ഞാൻ റബ്ബിലേക്ക് മടങ്ങുന്നു, എന്റെ കുടുംബം റബ്ബിലേക്ക് മടങ്ങുന്നു. അങ്ങനെ പൂർണ്ണമായും ഖൽബ് കൊണ്ട് റബ്ബിനെ ഏറ്റെടുത്ത് അത് ജീവിതം കൊണ്ട്, ജീവിതത്തിന്റെ സകല പരീക്ഷണങ്ങളിലും ഉറക്കെ പ്രഖ്യാപിച്ച്, ഉറപ്പിച്ചു പറഞ്ഞു ജീവിതം കൊണ്ടത് സാക്ഷ്യപ്പെടുത്തിയാലല്ലാതെ റബ്ബ് നമ്മെ സ്വീകരിക്കില്ല, അല്ലാഹു നമ്മെ സ്വീകരിക്കില്ല. ഇന്നല്ലാഹ തയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ തയ്യിബാ, അല്ലാഹു പരമ പരിശുദ്ധനാണ്. നീ കൊടുക്കുന്ന വേസ്റ്റ് അല്ലാഹുവിന് വേണ്ട, റബ്ബിന് വേണ്ട. നീ വലിച്ചെറിഞ്ഞു കൊടുക്കുന്ന വേസ്റ്റ് അല്ലാഹുവിന് വേണ്ട. ഇന്നല്ലാഹ തയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ തയ്യിബാ, അല്ലാഹു പരമ പരിശുദ്ധനാണ്, തയ്യിബാണ്. നീ തയ്യിബായി കൊടുക്കുന്നത്, പരിശുദ്ധമായി കൊടുക്കുന്നത് അല്ലാഹുവിന് വേണ്ടതുള്ളൂ. അതേ റബ്ബ് കബൂലാക്കൂ എന്ന ഉറച്ച ബോധം ഖൽബിൽ ഉറപ്പിച്ച് ജീവിതത്തിൽ അവശേഷിക്കുന്ന സെക്കൻഡുകൾ അല്ലാഹുവിന് നൽകി പൂർണ്ണ മുഅ്മിനായി ജീവിക്കാൻ പരിശ്രമിക്കണേ, അതിന് പണിയെടുക്കണേ. അത്തരമൊരു സാഹചര്യം ഉണ്ടായിക്കിട്ടാൻ റബ്ബിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യണേ എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് എന്നോടും എൻ്റെ സഹോദരങ്ങളോടും വസിയ്യത്ത് ചെയ്യാനുള്ളത്. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമിഇൽ മുഅ്മിനീൻ والمسلمين أجمعين واستغفروه إنه هو الغفور الرحيم. إن الحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد, അള്ളാഹുവിൻ്റെ കൽപ്പനകളെ മാനിച്ച് തഖ്വയോടെ ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് നന്മകൾ ജീവിതത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ, ആഗ്രഹമുള്ളവരാണ്. ആ ആഗ്രഹങ്ങൾക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാഹുമ്മ ഔസിഇനി അൻ അശ്കുറ നിഅമതകല്ലതി അൻഅംത അലൈ. മഹാനായ സുലൈമാൻ നബി അള്ളാഹുവിനോട് പറഞ്ഞില്ലയോ, എന്താ ദുആ ചെയ്യുന്നത്? അള്ളാഹുവേ എനിക്ക് സമ്പത്ത് തരണേ എന്നല്ല, അല്ലാഹുവേ എനിക്ക് ജീവിതത്തിൽ ഭൗതിക വിഭവങ്ങൾ ഒരുക്കി തരണേ എന്നല്ല. അല്ലാഹുമ്മ ഔസിഇനി അൻ അശ്കുറ നിഅമതകല്ലതി അൻഅംത അലൈ. എണ്ണിയാലൊടുങ്ങാത്ത നിഅമത്തുകളാ റബ്ബേ നീ എനിക്ക് തന്നത്. എണ്ണിയാലൊടുങ്ങാത്ത ഓരോ മൈക്രോ സെക്കൻഡിലും ഞാൻ അനുഭവിക്കുന്ന അനന്തകോടി നിഅമത്തുകൾ, ആ നിഅമത്തുകളിലൂടെയാണ് ഞാൻ നടന്നു പോകുന്നത്. അല്ലാഹുവേ ഇതൊക്കെ നീ തന്നതാണ്, തരുന്നതാണ്. ഇതിനൊക്കെ ശുക്ർ ചെയ്യാൻ എനിക്ക് നീ അവസരം തരണേ എന്നാണ്. എനിക്കതിന് അവസരം തരണേ. അൻ അശ്കുറ നിഅമതകല്ലതി അൻഅംത അലൈ. നീ എനിക്ക് തന്ന നിഅമത്തിന് അല്ലാഹുവേ നിനക്ക് ശുക്ർ ചെയ്യാനുള്ള അവസരങ്ങൾ, അതിനുള്ള അവസരങ്ങൾ, അവസ്ഥകൾ, സാഹചര്യങ്ങൾ, അന്തരീക്ഷങ്ങൾ എനിക്ക് നീ ഒരുക്കി തരണേ എന്ന മഹാനായ സുലൈമാൻ നബി റബ്ബിനോട് ദുആ ചെയ്യുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് കിട്ടിയ നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്യാൻ നമ്മൾ കാത്തിരിക്കുക, അവസരങ്ങൾക്കായി കാത്തിരിക്കുക. ഒരുപാട് ആളുകൾ അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. പല പ്രൊജക്റ്റുകളും പല ആവശ്യങ്ങളും പറയുമ്പോൾ അത്തരം സഹായിക്കുന്ന ആളുകളുണ്ട്. നമുക്കറിയാം, നമ്മുടെ ഒരു പ്രൊജക്ട് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഇവിടെ പറഞ്ഞു. റിവാർഡിന്റെ കീഴിൽ നടക്കുന്ന ഒരു പള്ളി, നിരവധി മനുഷ്യരാണ് അതിന് സഹായം നൽകിയത്. ഈ പള്ളി കേന്ദ്രീകരിച്ച് ഈ പള്ളിയിൽ ജുമാക്ക് വന്ന ആളുകൾ ഒരുപക്ഷെ അവരുടെ കയ്യിൽ ആ സമയത്ത് പൈസ ഉണ്ടായിട്ടില്ലെങ്കിലും അവർ വീട്ടിൽ പോയി പൈസ എടുത്തുകൊണ്ടുവന്നു. ആഴ്ചകൾ കഴിഞ്ഞു. കഴിഞ്ഞ ആഴ്ചയും ഒരാൾ അതിലേക്കൊരു ഹദിയ കൊടുത്തു. ഇന്നലെയും ഒരാൾ കൊണ്ടുവന്നൊരു ഹദിയ തന്നു. ഒരുപക്ഷെ മറന്നുപോയേക്കാം മനുഷ്യർ ഒരു കാര്യം പറഞ്ഞാൽ, പ്രത്യേകിച്ച് പൈസയുടെ കാര്യം മറന്നുപോയേക്കാം. പക്ഷെ ഓർത്ത് വെച്ച് അതിന് അവർ മനസ്സിൽ നിയത്താക്കുകയാണ്, അത് കൊടുക്കണം, എന്റെ സമ്പത്തിൽ നിന്ന് ഒരു ഓഹരി ആ മസ്ജിദിന് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, ചിന്തിക്കുന്ന ആളുകൾ, അള്ളാഹു അവരുടെ ആ നന്മ നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. ആ നല്ല മനുഷ്യർ നൽകുന്ന ഹദിയകൾ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല അത്തരത്തിൽ നന്മ ചെയ്യുന്നവരുടെ നന്മകൾ ഇഹത്തിലും പരത്തിലും പ്രയോജനപ്പെടുന്ന രൂപത്തിൽ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അവരുടെ കുടുംബത്തിൽ അള്ളാഹു എല്ലാവിധ ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെല്ലാവരും ആ രൂപത്തിൽ ചിന്തിച്ച് ആ ജീവിതം റബ്ബിന് കൊടുക്കാൻ ഒരുങ്ങി അള്ളാഹുവിനെ സമർപ്പിച്ച് ജീവിക്കുന്നവരിൽ ഉൾപ്പെടെ
ഉൾപ്പെടാൻ വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹുവെ ഞങ്ങൾക്ക് അതിന് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണം റഹ്മാനെ. അതോടൊപ്പം സൂചിപ്പിക്കണം മറ്റൊരു കാര്യം. നമുക്കറിയാം, വെളിച്ചമെന്ന വിശുദ്ധ ഖുർആന്റെ പ്രചരണ പദ്ധതി നാടൊട്ടുക്കും നടക്കുന്ന പ്രചരണമാണ്. മുസ്ലിമുകൾക്കും അമുസ്ലിങ്ങൾക്കും ഉള്ളതാണ് ഖുർആൻ. അതുകൊണ്ട് തന്നെ എല്ലാ മനുഷ്യരിലേക്കും ഖുർആൻ എത്തിക്കുന്ന ഒരു പ്രൊജക്റ്റാണത്. അതിന്റെ ഒരു സംസ്ഥാന സംഗമം ഇൻഷാ അല്ലാഹ് വരുന്ന ഡിസംബർ 8-ാം തീയതി വയനാട് വെച്ച് നടക്കുന്നുണ്ട്. നമ്മുടേതായ ഒരു സാന്നിധ്യവും സഹകരണവും വിശുദ്ധ ഖുർആന്റെ ആ പ്രൊജക്റ്റിൽ ഉണ്ടാകണം. മാക്സിമം ആളുകൾ അതിനോട് സഹകരിക്കണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. ഇന്ന് അതിന്റെ നമ്മുടെ സദഖ സ്വീകരിക്കുന്ന ദിവസമാണ്. ആ ഖുർആൻ പ്രചരണത്തിലേക്കുള്ള സദഖയാണ്. അവനവനാൽ കഴിയുന്നത് അതിലേക്ക് നൽകി സഹായിക്കണമെന്ന് പ്രത്യേകം ഉണർത്തുന്നു. അള്ളാഹുവേ, ഞങ്ങളുടെ വ്യത്യസ്തങ്ങളായ അതേ നന്മകൾ, ഞങ്ങളുടെ ജീവിതത്തിൽ പുറത്തേണ്ട നന്മകൾ, അതിനെക്കുറിച്ച് അറിവുള്ളവരും അതുപോലെ തന്നെ അതിൽ അവഗാഹം നേടിയവരുമല്ല അള്ളാഹുവേ ഞങ്ങൾ. റബ്ബേ, ഞങ്ങളുടെ അവസരങ്ങൾ നീ ഒരുക്കി തരണേ അല്ലാ. ഞങ്ങളുടെ ആഖിറത്തിൽ ഞങ്ങൾക്ക് വിജയിക്കാൻ ആവശ്യമായത് ഞങ്ങൾക്ക് നീ പഠിപ്പിച്ചു തരണേ അല്ലാ. ഞങ്ങളുടെ ഖൽബുകളിൽ ആ ബോധം നിറച്ചു തരണേ അല്ലാ. അള്ളാഹുവേ, ജീവിതത്തിന്റെ സകല മേഖലകളിലും നിന്നെ ഓർക്കാൻ, നിന്നെ സ്മരിക്കാൻ, അള്ളാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ മൈക്രോ സെക്കൻഡിലും നിന്റെ സബീലിൽ, നിന്റെ മാർഗത്തിൽ ജീവിക്കാനുള്ള അവസരങ്ങൾ ഞങ്ങൾക്ക് നീ ഒരുക്കി തരണേ അല്ലാ. അള്ളാഹുവേ, ആ വഴിയിൽ ഞങ്ങളുടെ മക്കളെ നീ വളർത്തി തരണേ അല്ലാ. ഞങ്ങളുടെ പരമ്പരകളെ അള്ളാഹുവേ ദീനിന്റെ മാർഗത്തിൽ ഉറപ്പിച്ച് നാളെ ആഖിറത്തിൽ വലിയൊരു സംഘമായി മുഹമ്മദ് റസൂലുള്ളാഹിന്റെ ഉമ്മത്താണ് ഞങ്ങളെന്ന് വലിയൊരു ജനാവലിയായി വന്നു പറയാൻ ഞങ്ങളുടെ പരമ്പരകൾക്ക് നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ അല്ലാ. അള്ളാഹുവേ, ഞങ്ങളുടെ നാടിന് നീ നന്മ പ്രദാനം ചെയ്യണേ അല്ലാ. ബർക്കത്ത് ചെയ്യണേ അല്ലാ. അള്ളാഹുവേ, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക്, ഞങ്ങളുടെ ബിസിനസ്സുകൾക്ക്, ഞങ്ങളുടെ ഇടപാടുകൾക്ക്, ഞങ്ങളുടെ സംസാരങ്ങൾക്ക്, അള്ളാഹുവേ, ഞങ്ങളുടെ സ്പർശനങ്ങൾക്ക്, ഞങ്ങളുടെ ശ്വാസത്തിന് നീ ബർക്കത്ത് തരണേ അല്ലാ. അള്ളാഹുവേ, നിന്റെ പ്രത്യേകമായ റഹ്മത്ത് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ അല്ലാ. അള്ളാഹുവേ, ഖൽബിൽ നിന്ന് ശിർക്കിന്റെ, നിഫാഖിന്റെ, റിയാഇന്റെ സർവ്വ കറകളും നീക്കി ശുദ്ധമായി നീ ഖബൂലാക്കുന്ന ത്വയ്യിബായ ഖൽബിന്റെ ഉടമകളായി ഞങ്ങളെ നീ മാറ്റിത്തരണേ അല്ലാ. ത്വയ്യിബായി തൗബ ചെയ്ത് മരിക്കുന്ന മുഅ്മിനീങ്ങളിൽ അള്ളാഹുവേ ഞങ്ങൾ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ വഅജിർ വാലിദീനാ മിനൻ നാർ. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.